ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നോമ്പെല്ലാം എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാഹ് നമ്മളെല്ലാം സുഖമായിരിക്കുന്നു. എന്നോട് ആരൊക്കെയോ ചോദിച്ച് റമദാൻ്റെ ഒരു എന്താ പറയുക ഇഫ്താർ വ്ളോഗും നോമ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ നോമ്പിന് ഷൂട്ട് ചെയ്യൽ എനിക്ക് ഭയങ്കര മടിയുള്ളതും എന്താ പറയുക മടിയുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു വെറൈറ്റി റെസിപ്പി അതൊന്നും ഞാൻ ട്രൈ ചെയ്യലുമില്ല. നോമ്പല്ലാത്ത സമയത്തായിരിക്കും ശരിക്കും നമുക്ക് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ പുതിയതെല്ലാം ട്രൈ ചെയ്യാനും വീഡിയോ എടുക്കാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുക. നോമ്പാകുമ്പോൾ ശരിക്കും നമ്മൾ ളുഹറെല്ലാം നിസ്കരിച്ച് കുറച്ച് ഓതി കഴിഞ്ഞ് കിച്ചണിൽ വന്ന് പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു സ്നാക്സും ഒരു റൊട്ടി കറി ചായ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അപ്പോഴേക്ക് തന്നെ എന്താ പറയുക ബാങ്കിൻ്റെ ഒരു സമയമാവും. പിന്നെ നമ്മൾ വീണ്ടും നോമ്പെല്ലാം തുറന്ന് വീണ്ടും നിസ്കരിച്ച് ഖുർആൻ ഓതി തറാവീഹ് നിസ്കരിച്ച് അങ്ങനെ തന്നെ അങ്ങ് സമയം പോകും. അപ്പോൾ കൂടുതൽ വീഡിയോ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്യാനും അതിനെല്ലാം തീരെ ഒരു സമയമില്ലാത്ത പോലെ. പിന്നെ എന്നാലും ഞാൻ എന്തൊക്കെയോ എടുക്കാനും എന്താ പറയുക ഷോർട്സ് വീഡിയോയും റീൽസെല്ലാം ഇടാനും നോക്കുന്നുണ്ട്. പിന്നെ കിട്ടിയ സമയത്തിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇന്ന് ഇത് ഫുൾ വീഡിയോ ഒന്നുമല്ല. ഇതിപ്പോൾ ളുഹറെല്ലാം നിസ്കരിച്ച് കുറച്ച് ഖുർആനിൽ ഓതി കഴിഞ്ഞിട്ട് കിച്ചണിൽ ഇറങ്ങിയ ഒരു സമയത്ത് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് റെഡിയാക്കും. നോമ്പിന് അങ്ങനെ ആരും സ്നാക്സ് ഒന്നും ഇവിടെ കഴിക്കില്ല. റൊട്ടിയും കറിയും പിന്നെ ഹസ്സിനൊന്നും തീരെ സ്നാക്സ് വേണ്ട. അപ്പോൾ എന്തെങ്കിലും ഒന്നങ്ങനെ ഉണ്ടാക്കും. അത് വളരെ സിമ്പിളായിട്ടുള്ളതും പുതിയ ഒരുപാട് പണിയുള്ളതൊന്നും അങ്ങനെ ട്രൈ ചെയ്യില്ല. അപ്പോൾ ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു പിസ്സ സമൂസയും പിന്നെ മുട്ട സുർക്കയും കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി ഇന്നലെ തലേന്ന് ഉണ്ടാക്കി അങ്ങനെ കറിയെല്ലാം 2 ദിവസത്തേക്കെല്ലാം ഉണ്ടാവും കേട്ടോ. ദിവസം ഇങ്ങനെ കറിയൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. പിന്നെ സ്നാക്സ് ആയാലും അതിൻ്റെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചത് 2-3 ദിവസം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഗസ്റ്റെല്ലാം ഉണ്ടാകുമ്പോൾ നോമ്പറക്കാൻ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കും. അങ്ങനെയാണ് എൻ്റെ നോമ്പിൻ്റെ എന്താ പറയുക കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് ഇന്ന് ഒരു സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പിസ്സ സമൂസ. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ മുട്ട സുർക്ക ഇന്ന് രാത്രി നോമ്പ് തുറക്കാൻ ഡിന്നറിനുള്ളത് വലിയ നോമ്പ് തുറക്കാം. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ മുട്ട സുർക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ മുട്ട സുർക്കൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിന്. നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 2 കപ്പ് പൊന്നിയരി ഉണ്ടല്ലോ നമ്മൾ ചോറ് വെക്കുന്ന അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ച് ഒരു 3-4 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ടായിന്. അതിനൊരു 2 മുട്ടയും കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് ഒരു എന്താ പറയുക ദോശമാവലുണ്ടല്ലോ ഇഡ്ഡലി ദോശമാവെല്ലാം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലൊരു കടായി ഉണ്ടല്ലോ ചീനച്ചട്ടി അത് വെച്ച് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് അങ്ങനെ മുട്ട സുർക്ക ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പിയെല്ലാം മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിന്. എല്ലാവർക്കും അറിയുന്നതും കൂടി ആയിരിക്കും. അപ്പോൾ ഇത് പൊരിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലൊരു സ്ട്രെയിനറിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് കുറച്ച് ഓയിലി ആണല്ലോ ഇത് എന്താ പറയുക എണ്ണയിൽ തന്നെ നല്ലോണം മുങ്ങിയിട്ട് പൊരിയുന്നത് കൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ടിഷ്യൂവിലൊന്ന് കുറച്ച് നേരം ഇട്ട് വെക്കും. ഇതേപോലൊരു സ്പൂണിലൊന്ന് കോരിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഉണ്ണിയപ്പം നെയ്യപ്പം ഉണ്ടല്ലോ അത് മുട്ടാപ്പം എന്നെല്ലാം പറയില്ല ആ ഒരു ഷേപ്പ് തന്നെ. പക്ഷെ ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് എന്താ പറയുക ഇതിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നതിന് ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ അതായിരുന്നു ഞാൻ മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നെനിക്ക് ചിക്കൻ റോസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ തലേന്ന് ഉണ്ടാക്കിയ കറി തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുറേ നേരം ഇങ്ങനെ പൊരിച്ചെടുക്കാൻ തന്നെ കുറേ സമയം വേണ്ടി വരും. ശരിക്കും ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതെടുത്തിട്ട് വലിയൊരു ചീനച്ചട്ടിയിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം വേഗം അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ വേഗം പണി തീരും നമുക്ക്. അപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്ത് അടുപ്പിൽ സമൂസിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരൊറ്റ കടായി തന്നെ ഉണ്ടാക്കുന്ന. അപ്പോൾ 2 ഇതും കൂടിയിട്ട് ഒരു സമയത്ത് തന്നെ അങ്ങ് ചെയ്താൽ നമുക്ക് പണിയും വേഗം തീരും. ഈ പിസ്സ സമൂസയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ആദ്യം കുറച്ച് ഓയിലിൽ 2 വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടോ ചോപ്പ് ചെയ്തിട്ട് തന്നെ ഇട്ടാലും മതി. എന്നിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ ഉള്ളി അതും ചോപ്പ് ചെയ്ത് പിന്നെ ക്യാപ്സിക്കം
അതിപ്പോൾ നിങ്ങൾ ഏത് കളറുണ്ടോ അത് 3 ഉണ്ടെങ്കിൽ അതും ഇടാം. അതെല്ലാം കുറച്ച് കുറച്ച് മതി. അതും കൂടി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം തന്നെ ഇതിപ്പോൾ മുട്ട സുറുക്ക് ഇപ്പുറത്തുനിന്ന് കുക്കാകുന്നുണ്ട്. അതും ഇങ്ങനെ എടുക്കുക, അത് മറന്നുകൊണ്ട് അതും ഇങ്ങനെ കോരിയെടുക്കുക, വീണ്ടും ഒഴിക്കുക. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു വലിയ ഒന്നിൻ്റെ ഒരു 1/4 ഭാഗം എങ്ങാനും മതി, അതും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് വാടുമൊന്നും വേണ്ട. അപ്പോൾ ഇതാ കണ്ടില്ല മുട്ട സുറുക്ക, ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട്, നല്ല തൊടുമ്പം തന്നെ നല്ല പഞ്ഞി പോലെ ഉണ്ട്. അത്രയും സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ കുറേ നേരം വെച്ചാലും ഒന്നും അതെന്താ പറയുക ഹാർഡാവൊന്നുമില്ല. അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ ഇതാ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം വഴറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും എല്ലാം ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് ഇങ്ങനെ കുറച്ചധികം എല്ലാം വേവിച്ച് വെച്ചാൽ നമുക്ക് എല്ലാ ഫില്ലിങ്ങിനും ഇങ്ങനെയെല്ലാം തന്നെയാണല്ലോ, അത് കുറച്ച് മാറ്റി മറിച്ച് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഒന്ന് കുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് 2-3 ദിവസമെല്ലാം ഇങ്ങനെ വേറെ വേറെ എന്താ പറയുക ഫില്ലിങ്ങെല്ലാം റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളിതിങ്ങനെ ചിക്കൻ കുക്ക് ചെയ്യാനും പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ടില്ലല്ലോ. അപ്പോൾ ഈ ഫില്ലിംഗ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമൂസ ആക്കാം, ഇതന്നെ സ്പ്രിംഗ് റോൾ പോലെ അങ്ങനെയും ചെയ്യാം. നമുക്കിഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി എടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ലേറ്റായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്താ പറയുക സ്നാക്സ് ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് എടുക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്തത്. പിന്നെ ഇതാ മുട്ട സുറുക്കയും ഇങ്ങനെ സൈഡിൽ നിന്നെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കും, കാരണം നമുക്ക് അത്താഴത്തിനും അതായത് രാത്രി നമ്മൾ അത്താഴത്തിന് എണീച്ചാലും ഇതന്നെ ആയിരിക്കും കഴിക്കുക, ഇതിൻ്റെ ബാക്കിയുള്ളത്. അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് കഴിക്കും. അല്ലാണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. ചില ആൾക്കെല്ലാം ചോറെല്ലാം വേണമെന്നെല്ലാം കേട്ടിന്, പക്ഷെ നമ്മളങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ എന്തേ ബാക്കിയുള്ളത് ഒപ്പിക്കുക, ഒരു ചായ കുടിക്കുക, അതന്നെ എന്താ പറയുക മെയിനായിട്ട് അതിന് വേണ്ടി എണീക്കുന്നതന്നെ. പിന്നെ ഞാനിതാ ഈ ഫില്ലിങ്ങിലോട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു പിടി ചീസും ഇട്ട് പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക, ആ ചീസെല്ലാം ഒന്ന് മെൽട്ടാകുന്ന വരെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നമ്മുടെ എന്താ പറയുക പിസ്സ സമൂസൻ്റെ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പൊരിച്ചെടുത്ത മുട്ട സുറുക്കയിലൊന്ന് കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്. ശരിക്കും കുറേ നേരം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടോ പഞ്ഞി പോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇതിന് കറിയൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ വെറുതെ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഇനി അതിൻ്റെ മേലെ ഒരു കഷ്ണം ഫോയിലും കൂടി വെച്ചിട്ടൊന്ന് എന്താ പറയുക അതാവുമ്പോൾ നമ്മൾ ഈ ചൂടിങ്ങനെ തട്ടി ആവി വീണിട്ട് അതിലേക്ക് തന്നെ വീണിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കയറിയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ എന്താ പറയുക അത് നല്ല ചൂടോടെ തന്നെ അങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതാ മുട്ട സുറുക്കെല്ലാം പൊരിച്ച് എല്ലാം കാസറോളിലെല്ലാം ഇട്ട് വെച്ച് അങ്ങനെ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകുക. അതന്നെ നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും ഇല്ലെങ്കിലും പാത്രം കഴുകൽ എന്തായാലും ഉണ്ടാവും. അതെങ്ങനെ വരുന്നതെന്നറിയില്ല, കുറേ കഴുകാനുണ്ടാവും. അപ്പം ഞാനിത് ഓരോ പണി എന്താ പറയുക കഴിയുമ്പോഴും ഉള്ള പാത്രമെല്ലാം വേഗം വേഗം കഴുകി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കൗണ്ടർ ടോപ്പും വാഷ് ബേസിലും ഇങ്ങനെ നിറഞ്ഞ പോലെ ഉണ്ടാവും. പിന്നെ അവസാനം കഴുകിയാലും തീരൂല, നമ്മളെ പണിയും തീരൂല. പിന്നെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ വേറെ എടുത്ത് അപ്പോൾ അതും അവിടെ കഴുകാനിട്ട് അങ്ങനെ കുറേ നേരം എന്താ പറയുക കുറേ പാത്രങ്ങൾ കൂമ്പാരം പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് വേഗം കഴുകിയെടുക്കുക. പക്ഷെ ഏറ്റവും കഴുകാൻ മടിയുള്ളത് നമുക്ക് ഈ മിക്സി. അപ്പോൾ ചില ആൾക്കാർ ഈ മിക്സിൻ്റെ അടിയെല്ലാം ഇങ്ങനെ ബ്രഷ് ഇട്ടിട്ടും എന്താ പറയുക വേറെ എന്തെങ്കിലും ലിക്വിഡെല്ലാം ഒഴിച്ച് അങ്ങനെയെല്ലാം കഴുകുന്നെല്ലാം കാണാം. ശരിക്കും അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓരോ
എന്താ പറയുക, എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതങ്ങ് കഴുകി വെച്ചാൽ മതി. പിന്നെ അടിയെല്ലാം നല്ലോണം ഒന്ന് തേച്ച് കഴുകി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ലീക്ക് ആവുന്നുണ്ടോ എന്നൊരു, എനിക്കങ്ങനെ 2-3 പ്രാവശ്യം അബദ്ധം പറ്റീന്. അപ്പം ഞാൻ വേറെ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടിനു, അടി ഇതുപോലെ നല്ലോണം ഒന്ന് തേച്ച് വരച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാൽ ലീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് എന്താ പറയുക, കഴുകി കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കും അതിൻ്റെ അടി ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ ഒന്ന് ഉണങ്ങാൻ വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഉള്ളെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട്, അല്ലാണ്ട് മിക്സി ഒരുപാട് അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല നമ്മൾ അപ്പം കഴുകി കഴിഞ്ഞാൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇതാ വാഷ് ബേസിലെല്ലാം ഒന്ന് കഴുകി ഒന്നെല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഇനി പസറെല്ലാം എന്താ പറയുക സമയമായി, ഇനി പസറെല്ലാം നിസ്കരിച്ച് വന്നിട്ട് പിന്നെയാണ് ബാക്കിയുള്ള ഫ്രൈ ആക്കലെല്ലാം. അങ്ങനെ ഇതാ സമൂസ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി തുടങ്ങാം. അതിനു മുമ്പ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്യാനുണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് തരി കാച്ചി ഉണ്ടാക്കിയാലും, തരിക്കഞ്ഞി, എന്താ പറയുക റവക്കഞ്ഞി, അങ്ങനെ പല പേരുണ്ട് ഇതിന്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ആട്ടോ. നോമ്പിന് എന്താ പറയുക, ഇത് ഡെയിലി കിട്ടിയാൽ അത്രയും എന്താ പറയുക നല്ലത്. അപ്പോൾ ഞാനങ്ങനെ ഡെയിലി ഒന്നും ഉണ്ടാക്കില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും. അപ്പോൾ ഇത് അതിനായിട്ട് RKG ഒഴിച്ച് അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും പിന്നെ ഒരു 2-3 ചുവന്നുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്കൊരു 1/4 കപ്പ്, ഒരു അരക്കപ്പോളം വെള്ളം ഒഴിക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തരി ഇട്ട് കൊടുക്കുക വെള്ളം ഒന്ന് തിളക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനൊരു 2-2.5 കപ്പെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തരി മതിയാവും. എന്നിട്ട് ആ തരി ഒന്ന് കുക്കായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് അപ്പോൾ ഇത് അതിലേക്കൊരു 2.5 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റുമാണ്. ഇത് ഈ നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയുക ഇരിക്കുന്ന സമയത്ത് ചൂടോടെ ഇത് കുടിക്കാനുണ്ടല്ലോ, വാവ് അടിപൊളിയായത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്താ പറയുക റെസിപ്പിയെല്ലാം ഞാൻ കഴിഞ്ഞ നോമ്പിനെങ്ങാനും ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് എത്ര മധുരം വേണോ നോക്കിയിട്ട്. പിന്നെ നമുക്കിതിലേക്കൊരു കട്ടിയായിട്ടുള്ളൊരു തേങ്ങാപ്പാൽ എടുത്തിട്ടൊരു 1/4 കപ്പോ 1/2 കപ്പോ അതിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ ഫ്രഷ് മിൽക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അവസാനം കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരം ഇതവിടെ അടച്ച് വെക്കാം. അപ്പോൾ ഇതിന് എന്താ പറയുക അതും അട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരമായി, കുറച്ചൊന്ന് ചെടിയെല്ലാം ഒന്ന് നനക്കട്ടെ എന്ന് വിചാരിച്ച് ചെടിക്ക് കുറച്ച് വെള്ളമെല്ലാം അടിച്ചു കൊടുത്ത് പിന്നെ കിച്ചണിലൊന്ന് ഒരുക്കി വെക്കാം. ശരിക്കും എന്താ പറയുക, ഇഫ്താർ നോമ്പ് ഇറക്കുന്ന ഒരു സമയം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാം ക്ലീനാക്കി എല്ലാം ഒന്ന് ഒരുക്കി എല്ലാം ഒന്ന് സെറ്റാക്കി പിന്നെ നോമ്പ് തുറക്കാനിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ വന്നിട്ട് ക്ലീനിങ്ങും ആ പരിപാടിയൊന്നും എന്താ പറയുക ഭയങ്കര മടിയുള്ള കാര്യം. പിന്നെ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിക്കാനെല്ലാം ഉള്ളൊരു സമയമാണ്. ഇനിയിപ്പോൾ സ്നാക്സ് എല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ സമൂസയെല്ലാം ലാസ്റ്റ് ഫ്രൈ ആക്കുന്നതല്ലേ നല്ലത്, അപ്പോൾ ആ ചൂടോടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഈത്തപ്പഴം എന്താ പറയുക പൊരിച്ചതിനും, അപ്പോൾ അത് ഞാൻ കുറച്ചധികം ഈത്തപ്പഴയുടെ ബാക്കി ഉണ്ടായിന്, അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒന്ന് മൈദയിൽ ഒന്ന് കലക്കിയിട്ട്, ഇപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിന്. ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞൊന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോൾസ് പോലെ ആക്കി മൈദ ഒന്ന് കലക്കിയിട്ട് അതിലേക്കൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈത്തപ്പഴമെല്ലാം ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് തീരുകയും ചെയ്യും. അപ്പോൾ കുറേ ഉള്ളത് കൊണ്ട്
ആരോ ഞങ്ങൾക്ക് കൊണ്ടു തന്നതായിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഞാൻ സമൂസയും ഫ്രൈ ആക്കി. പിന്നെ ഒരു 2-3 സ്പ്രിംഗ് റോളും കൂടി ഉണ്ടായിന്. അതും ഇങ്ങനെ തലേന്ന് ഉണ്ടാക്കി എന്താ പറയുക ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതും എല്ലാം ഒന്ന് ഒരുമിച്ചിട്ട് തന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിന്ന് എൻ്റെ നൈബർക്കും എന്തെങ്കിലും സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുക്കൊന്ന് കൊടുക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഓളെനിക്ക് ഇന്ന് ബ്രെഡ് വാട്ടിയതും പഴം പൊരിച്ചെല്ലാം കൊണ്ട് തന്നിനേനും. അപ്പോൾ ഞാൻ അങ്ങോട്ടും എന്താ പറയുക ഉണ്ടാക്കിയ സ്നാക്സ് നമ്മൾ അങ്ങോട്ടും കൊടുക്കും. അങ്ങനെ അപ്പോൾ അതെല്ലാം എന്താ പറയുക നല്ലൊരു ഇതാണല്ലോ, നോമ്പിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതും. അപ്പോൾ ഇതങ്ങനെ ഫ്രൈ ആക്കലെല്ലാം ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ്. അങ്ങനെ ഇതാ നമ്മളെ നോമ്പാറിൻ്റെ സമയമെല്ലാമായി. അങ്ങനെ നോമ്പെല്ലാം തുറന്ന്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോയിൽ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.